നെക്കിലും സ്ലീവിലും ഫ്ലവർ ഡിസൈൻ വെച്ചിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് കണ്ടാലോ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്ത വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡേർഡിൻ്റെ പെൻസിൽ മാർക്കർ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ബ്ലാക്കിന് ഏറ്റവും കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന റെഡ് സിൽക്കി ത്രെഡ് വെച്ചിട്ടാട്ടോ ഈ ഒരു ഫ്ലവർ എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു വർക്കൊക്കെ ചെയ്യണത് കാണുമ്പോഴേക്കും ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൻ്റെ കൂടിയാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ പഠിച്ചത്, എവിടെയാണ് പഠിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും ഒരുപാട് പേര് എനിക്ക് കമൻസൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മറുപടി എന്താണെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾക്ക് തയ്യലിൻ്റെയൊക്കെ ഒപ്പം തന്നെ വീടുകളിലൊക്കെ ഈ ഒരു മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഡ്രസ്സുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചുരിദാറിലും മിഡിൻ ടോപ്പിലൊക്കെ ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ ഇത് ഒരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്യണത് ഒരു ആ ഒരു സമയത്തൊരു ട്രെൻഡായിരുന്നേ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും അതങ്ങോട്ട് ഈ ഒരു വർക്ക് തന്നെ ഇല്ലാണ്ടായിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അന്നേരം എനിക്കൊരു മെഷീൻ ഉണ്ടായതും നമ്മൾ ഒന്നും ഉപയോഗിക്കാതെയൊക്കെ ഇട്ടിട്ട് വെറുതെ തുരുമ്പിച്ച് ചീത്തയായി പോയൊരു സമയം ഉണ്ടായിരുന്നേ. പിന്നെ അതൊട്ടും ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ട് ഞാൻ രണ്ടാമത് വാങ്ങിച്ച മെഷീനാട്ടോ ഇത്. പിന്നെ നമ്മൾ ആ ഒരു ലോക്ക്ഡൗൺ ടൈമൊക്കെ ആയപ്പോഴല്ലേ സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി, അങ്ങനെ ബോട്ടിൽ ആർട്ട് പോലെയുള്ള ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചെടുത്തിട്ട് ഇപ്പോൾ ഇത്രയും വർഷം, ഞാൻ 97, 98 ആ ഒരു സമയത്താട്ടെ ഈ ഒരു വർക്ക് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് ഓരോരുത്തരും നമ്മളോട് കമൻറ്റിൽ ചോദിക്കുമ്പോഴും എനിക്കിപ്പോൾ പഠിപ്പിക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് അറിയാൻ പാടില്ല എന്നുള്ളത് പറയണത്. പിന്നെ ഈ ഒരു വർക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റെഡ് കളറുള്ള ഫ്ലവർ മാത്രമായിട്ട് കൊടുത്തിട്ട് വർക്കിന് അത്ര ഫിനിഷിങ് തോന്നാത്തതുകൊണ്ടിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ കുറച്ച് ലീഫും കൂടിയൊക്കെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.